ഇന്ന് കുറെ കാലത്തിന് ശേഷം ഞങ്ങൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവാണ്. ഇപ്പൊ ഒന്നും പറയാൻ പറ്റൂല. ഞങ്ങളെ ട്രിപ്പ് ഒക്കെ ഇങ്ങനെയൊക്കെ ചട്ടപ്പെട്ടെ. ഇന്ന് രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കോളാണ്. ബീച്ചിൽ പോവാനുണ്ടോ ചോദിച്ചിട്ട്. പണ്ടേ എനിക്ക് ബീച്ച് ഒരു ഹരായുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് വേണ്ട. അതുകൊണ്ട് ചാടിക്കറിനെ പിന്നെ വേഗം പണിയൊക്കെ കഴിച്ച് വേഗം മാറ്റി ഒരുങ്ങി പോകുന്നു. ഞങ്ങൾ ഇന്ന് പോണത് കാലിക്കറ്റ് ബീച്ച്. പോയി ഇപ്പൊ ഒരു തറവാടായിരുന്നു. പിന്നെ ഒരു ആശ്വാസം എനിക്കത് കണ്ടാലും മടുക്കൂല. എന്റെ ഫേവറേറ്റ് പ്ലേസ് ഏതാന്ന് വെച്ചാൽ ഞാൻ ബീച്ച് എന്നേ പറയും. അങ്ങനെ പോണ വൈക്കത്താ കുറെ യോഗട്ടൊക്കെ കുത്തിക്കി. എനിക്ക് അത് ഇഷ്ടമില്ലാത്ത സാധനമാണ് ഈ യോഗട്ട് വരുന്ന സാധനം. പക്ഷെ ഇതിന്റെ പീച്ച് ഫ്ലേവർ നോക്കിയപ്പോ അത് കണ്ടാ വാങ്ങും. ഇപ്പൊ പിന്നെ ഏമയ്ക്കും പറ്റും. പിന്നെ പോണ ഞങ്ങളൊക്കെ ഒരു ഗ്ലാസ് വാങ്ങാറിയത്. നമ്മള് പിന്നെ പണ്ടേ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയതുകൊണ്ട് ജസ്റ്റ് മിഡിൽ ക്ലാസ് തിങ്സ് അങ്ങനെ വാങ്ങാറിയപ്പോ പിന്നാലെ ഞങ്ങളും ചാടി ഒരു അലമ്പ് പരിപാടി. രമേശിന്റെ അവിടെ യൂണിഫോം വാങ്ങിയ മാതിരി എല്ലാവർക്കും കൂടി തോരട്ടെ ഒരു വൈക്ക് പോകല്ലേ. കണ്ട ഷോ ആണത് കാണിക്കുന്നത്. ആരും പറയല്ലോ ഇന്റേതല്ലാന്ന്. എന്താ ചെയ്യുക. ഇങ്ങനെ കുറച്ച് സൽസഭാഗങ്ങളൊക്കെ എനിക്ക് ഇന്റത് കിട്ടി. പിന്നെ എല്ലാരും വിശപ്പിന്റെ അസ്കിതല്ല ആൾക്കാരായതുകൊണ്ട് പോണ വൈക്ക് കുറയ്ക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിനി. കണ്ട ഓരോന്നിന്റെ കൈ തന്നെ കണ്ടോ. അതും പിന്നെ പാരമ്പര്യമായിട്ട് കിട്ടിയതാണ് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഇവിടെ എത്തിയപ്പോഴാണ് ശരിക്കും ടെസ്റ്റ് ഉണ്ടായത്. ബീച്ചിക്ക് നല്ല പേരും അതിന്റെ ഇടയിൽ ഇല്ലാത്ത വക സംഭവങ്ങളൊന്നും പോണ വൈക്ക് ഹോസ്പിറ്റലിൽ കാണിച്ചാലുണ്ട്. ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഇനിയിപ്പോ എന്തായാലും പെട്ടു. അപ്പൊ പിന്നെ കുത്തിരിക്കന്നെ ഏതായാലും വെറുതെ കണ്ടല്ലോ വിചാരിച്ചിട്ട് ഫുഡ് കഴിക്കാൻ കയറി. പണ്ടടാ അവിടുത്തെ അച്ചാറില് പയറും മത്തങ്ങയൊക്കെ വെറൈറ്റി. പക്ഷെ സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഒരു 1.5 മണിക്കൂർ കാറിൽ അങ്ങോട്ട് പ്ലസ് നല്ല അടിപൊളി ചൂട്. പിന്നെ എന്തേലും വേണോ കുറച്ചേരൊക്കെ 2 അവിടെ ഇവിടെ ഇരുന്ന് കളിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞാൽ പോൽക്കും പിരാന്തായി. പിന്നെ ഫുള്ള് ചൂടുത്തിട്ട് പണ്ടാറടങ്ങി എന്നൊക്കെ പറയില്ലേ അത് ഇനി അവസ്ഥ. പിന്നെ ഇടവേളകൾ ആനന്ദകരമാക്കാൻ ഇതേപോലെ എന്തെങ്കിലും തണുത്തതൊക്കെ കുടിക്കുക. അതൊക്കെ ഇപ്പൊ നടക്കുള്ളൂ. അങ്ങനെ കുറെ നേരത്തെ കത്തിരിപ്പിനൊടുവില് ഓല് വന്ന് പിന്നെ നേരെ വിട്ട് കോഴിക്കോട്. അതിന്റെ ഇടയിൽ ചെറുതായിട്ട് വിശന്നപ്പോ ചായ കുടിച്ചാൽ ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ടുള്ളതാണ് ഈ വിശപ്പിന്റെ